ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ആകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഈ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗിന്റെ ഭാഗമാകുവാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ മീറ്റിംഗിന് നേതൃത്വം നൽകുന്ന കർത്താവിന്റെ വിലയേറിയദാസ് പ്രിയ ബീനാന്റിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു എല്ലാ ദൈവദാസന്മാരെയും ദാസിമാരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർമാനമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ മീറ്റിംഗിൽ ഇന്ന് രാത്രി കാലവും കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനവും ആയി നമുക്കൊന്നിച്ച് ആയിരിക്കാനിടയായതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ കാലഘട്ടത്തിൽ കർത്താവ് നമ്മെ പല മേഖലകളിൽ കരുതുന്നതോർത്ത് ജീവനും ഭക്തിക്കും വേണ്ടുന്നതെല്ലാം നൽകി തന്ന് അനുദിനവും നടത്തുന്നതോർത്ത് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തുടർമാനമായി പ്രഭാതത്തിലും വൈകുന്നേരങ്ങളിലെല്ലാം ഈ പ്രാർത്ഥന ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ നമുക്ക് തോന്നും എന്തിനാ ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കുന്നേ, എന്നാൽ ഇന്ന് രാത്രികാലം ഓർക്കുക, ഭക്തന്മാരുടെയൊക്കെ ജീവിതത്തിൽ അവര് നിന്നതും അവര് മുന്നോട്ട് പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്തു അവര് പ്രതികൂലങ്ങളെല്ലാം കീറി മുറിച്ച് മുന്നേറിയതും പ്രാർത്ഥനയിലൂടെയായിരുന്നു. ഓരോ ഭക്തന്മാരുടെ ജീവിതത്തിലും പ്രാർത്ഥനയായിരുന്നു അവരുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത്. നമുക്കറിയാം, നെഹമ്യാവിന്റെ ഒക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് ഇറങ്ങി ചെല്ലാൻ തുടങ്ങുമ്പോഴും അദ്ദേഹം ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു, ദൈവകൃപ ധാരാളം പ്രാപിച്ച് ഏറ്റെടുത്തു, ഏറെ ഉപവസിച്ചു, ഏറെ കരഞ്ഞു ദുഃഖിച്ചെന്നൊക്കെയാ 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്. അതിന്റെ വിടുതൽ എന്ന് പറയുന്നത് ഏറ്റവും അസാധാരണമായ വിടുതല, ഏറ്റവും ശ്രേഷ്ഠമായ വിടുതല. ശത്രു സൻബല്ലത്ത് തോബിയാവ് അവര് പല തന്ത്രങ്ങളും ഇന്നലകളിൽ പയറ്റി പലരും അവരെ ഭയന്ന് പിന്മാറിപ്പോയതാ. പല മേഖലകളിലും അവര് വിജയിച്ച് നിന്നിടത്തേക്കാം നെഹമ്യാവ് കടന്നു ചെല്ലുന്നത്. നെഹമ്യാവ് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമെന്ന് പറയുന്നത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തത് അപ്പുറത്താണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് നാം ഒരുമിച്ച് ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് ഈ കാലഘട്ടത്തിൽ ദൈവം തന്ന ഈ മീഡിയാസിനെയൊക്കെ നമുക്ക് ദൈവം തരുന്ന അവസരങ്ങളും സമയങ്ങളും എല്ലാം കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് പാടുന്ന അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പൊക്കെ കേൾക്കുവാൻ ഇടയായി തോന്നുന്നു. ദൈവ സാന്നിധ്യം നിറഞ്ഞ് ഒരു താളമോ മേളമോ മ്യൂസിക്കോ ഒന്നുമില്ലാതെ ആത്മാവിൽ നിറഞ്ഞ് ഇന്ന് രാത്രികാലം ആ ദൈവസാന്നിധ്യമൊക്കെ അനുഭവിച്ചറിയുവാൻ ഇടയായി തീർന്നു. ഇന്ന് രാത്രികാലം എത്ര പണമുണ്ടെന്ന് പറഞ്ഞാലും, എത്ര ഈ ലോകത്തിലെ ബന്ധങ്ങൾ സ്വാധീനമുണ്ടെന്ന് പറഞ്ഞാലും, എവിടെയൊക്കെയോ ശൂന്യതകളാ ആളുകളെ ഫീൽ ചെയ്യുന്നത്. ഹല്ലേലൂയ. പലരും ജീവിതം പാതിയാക്കി പോകുന്ന അനുഭവങ്ങളൊക്കെ നമ്മുടെ കണ്ണിൽ കാണുന്നു, ചെവിയിൽ കേൾക്കുന്നു. അങ്ങനെയെങ്കിൽ ഇത് രാത്രികാലം ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ച് അവന് എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും കർത്താവില്ലെങ്കിൽ അവന്റെ ജീവിതം ശൂന്യമാ, അവന്റെ കുടുംബം ശൂന്യമാ. എന്നാൽ എല്ലാം ഹല്ലേലൂയ ഒന്നുമില്ലെങ്കിലും കർത്താവ് ഉണ്ടെങ്കിൽ അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല. കർത്താവ് ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. പത്രോസിന്റെ പടക് നിറഞ്ഞു, അല്ലെ? കർത്താവ് ചെന്നിടത്തെല്ലാം വിടുതലുകൾ നടന്നു. രോഗസൗഖ്യം വേണോ, ശാരീരിക വിടുതൽ വേണോ, സാമ്പത്തിക വിഷയങ്ങൾ, ഏത് വിഷയമായാലും കർത്താവ് ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. ഇന്ന് രാത്രികാലം ഏതൊക്കെയോ വിഷയത്തിൽ ഭാരപ്പെടുന്ന ആരോടൊക്കെയോ ഭാരപ്പെട്ടി പരിശുദ്ധാത്മാവ് പറയുന്നു, കർത്താവ് ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. അതുകൊണ്ട് കർത്താവിനെ കൈവിടരുത്, കർത്താവിനെ മുറുകെ പിടിച്ചോണം. കർത്താവിനെ മുറുകെ പിടിച്ചോണം. എന്റെ കർത്താവ് വലിയവനാണ്, എന്റെ കർത്താവ് വിശ്വസ്തനാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രാർത്ഥനയ്ക്ക് വലിയ പങ്കുണ്ട് കേട്ടോ. വലിയ പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത് ഭയങ്കര പവറാ. നമുക്കറിയാം, അനേക വേദഭാഗങ്ങൾ എടുത്ത് പഠിക്കുമ്പോൾ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, 18-ാം അധ്യായത്തിൽ, മടുത്തു പോകാതെ നിങ്ങൾ എന്തോ ചെയ്യണം, പ്രാർത്ഥിക്കണം. അപ്പോൾ ഒരു കാര്യമുണ്ട്, പ്രാർത്ഥനയിൽ മടുത്തു പോകാൻ സാധ്യതയുണ്ട്, അല്ലെ? ഏതെല്ലാം മേഖലകളിൽ നമ്മൾ മടുക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇന്ന് രാത്രികാലം പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചില വിഷയങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കും, കരഞ്ഞു പ്രാർത്ഥിക്കും. ചില വിഷയങ്ങൾ കടന്നു വരുമ്പോൾ ഇതിനെ മറികടക്കുവാൻ വേണ്ടി ദൈവസന്നിധി ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കും. ചില വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചു. പലപ്പോഴും നമ്മൾ മറന്നുപോയി. ചില നാളുകൾ കഴിയുമ്പോൾ ദൈവപ്രവൃത്തി ആ വിഷയത്തിൽ വെളിപ്പെട്ടാൽ പോലും നമ്മൾ ഓർക്കത്തില്ലല്ലേ? ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഏതെല്ലാം പ്രതിസന്ധികളെ നമ്മൾ തരണം ചെയ്തു, ഏതെല്ലാം പ്രശ്നങ്ങളെ നമ്മൾ ഓവർകം ചെയ്തു, എന്തായിത്തീരും എന്റെ ഭാവി, എന്റെ കുഞ്ഞിന്റെ ഭാവി എന്തായിത്തീരും, എന്റെ നാളുകൾ എന്തായിത്തീരും, ഹല്ലേലൂയ, എങ്ങനെ, എപ്പോ, ആരെ, എങ്ങനെ, എവിടെ എന്നൊക്കെ ഉള്ള ചോദ്യചിഹ്നങ്ങൾ ഇന്നലകളില്ലായിരുന്നോ പ്രിയമുള്ളവരെ? എങ്ങനെ ഈ പ്രശ്നത്തെ ഞാൻ മറികടന്നു? ഇന്ന് രാത്രിയിൽ ആരൊക്കെയോ എനിക്ക് വേണ്ടി എവിടൊക്കെയോ
ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചതിന്റെ ഒരു മറുപടി ഇന്ന് ഞാനും എന്റെ കുടുംബം അനുഭവിക്കുന്നു. എന്റെ ഇന്നലകളിൽ കരഞ്ഞുകൊണ്ട് ഉറങ്ങി എത്രയോ ദിനരാത്രങ്ങൾ ഇന്നലകളിൽ കഴിഞ്ഞു പോയി. ഇന്ന് രാത്രികാലവും ഞാൻ നിൽക്കുന്നത് അപ്പന്റെ കരുണയൊന്നുകൊണ്ട് മാത്രമാ. അതുകൊണ്ട് ഇത് രാത്രികാലം മടുത്തു പോകരുത്. ഈ കർത്താവ് ഒരു ഉദാഹരണം പറഞ്ഞത് ഒരു സാധുവായ ഒരു വിധവയെ ഉപമിച്ചുകൊണ്ടാണ്. അവള് ആ പ്രതിയോഗി അസഹ്യപ്പെടുത്തുന്നത് കൊണ്ട് ഒരു ന്യായാധിപന്റെ അടുത്ത് വന്ന് എല്ലാ ദിവസവും ന്യായാധിപനോട് എന്റെ പ്രശ്നത്തിന് പരിഹാരം തരണം, എന്റെ പ്രശ്നത്തിന് പരിഹാരം തരണം, എന്റെ ഈ വിഷയത്തിന് ഒരു പരിഹാരം തരണം. ന്യായാധിപന് മാത്രമേ കഴിയത്തുള്ളൂ. ന്യായാധിപന്റെ പ്രത്യേകത എന്തുവാ? നീതിയോടെ ന്യായം വിധിക്കണം. ഹല്ലേലൂയ. എല്ലാവർക്കും വേണ്ടി സംസാരിക്കണം. ഒരാൾക്ക് വേണ്ടി പക്ഷപാതം പിടിക്കാൻ പാടില്ല. എന്നാൽ ഇവിടുത്തെ ന്യായാധിപൻ എന്താ? ദൈവത്തെ ഭയവുമില്ല, മനുഷ്യനെ ശങ്കയുമില്ലാത്ത ന്യായാധിപൻ. എന്താ അവിടെ വായിക്കുമ്പോൾ കാണുന്നത്? ഈ സ്ത്രീ അവിടെ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നത്, അവനെ അസഹ്യപ്പെടുത്തുന്ന നിമിത്തം പ്രതിക്രിയ നടത്തി ഞാൻ അവനെ രക്ഷിക്കും. ഇന്ന് രാത്രികാലം വാതിൽ മുട്ടിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ, മുട്ടിക്കൊണ്ടിരിക്കണം. ഇന്ന് രാത്രി പ്രാർത്ഥനയുടെ പവർ വലുതാ കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് രാത്രി കടന്നു വന്ന എല്ലാ ദൈവമക്കളോടും ഈ പ്രാരംഭത്തിൽ ഞാൻ പറയട്ടെ, പ്രാർത്ഥനയുടെ ശക്തി വലുതാ, പ്രാർത്ഥനയുടെ ശക്തി വലുതാ. നീ നിന്റെ ആ കൊച്ചു റൂമിൽ ഇരുന്നു കൊണ്ട് നിനക്ക് ദൈവം താന്ന എളിയ സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരുപക്ഷെ നിന്നെ ആരും കാണത്തില്ലായിരിക്കാം. പുറമേ വലിയ പ്രാഗൽഭ്യമൊന്നും പലയിടത്തും പറയാൻ കാണത്തില്ലായിരിക്കാം. എന്നാൽ ഇത് രാത്രി കാലം നിന്നെ കാണുന്ന ഒരു സ്വർഗമുണ്ട്. നിന്റെ ഹൃദയത്തിന്റെ വേദന അറിയുന്ന ഒരു സ്വർഗമുണ്ട്. അതിന്റെ ആഴത്ത് എത്രാന്ന് അറിയുന്ന സ്വർഗമുണ്ട്. ഹല്ലേലൂയ. ഹന്നയുടെ വേദനയുടെ ആഴം എത്രയായിരുന്നെന്ന് ലോകത്തിൽ ഒരു മനുഷ്യർക്കും അറിയത്തില്ലായിരുന്നു. ഹല്ലേലൂയ. ഹന്നയുടെ പ്രാർത്ഥനാ വിഷയം പെനീനയായിരുന്നു. ഹന്നയ്ക്ക് തനിക്ക് മകനില്ല, മക്കളില്ല എന്നുള്ള പ്രയാസമൊന്നുമില്ലായിരുന്നു. എന്നാൽ വീട്ടിലേക്ക് വരുമ്പോൾ കുത്തുന്ന ഒരു സഹോദരി പെനീന നിമിത്തം ആലയത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. ആലയത്തിൽ പോയി വെറുതെ കൈയും കെട്ടി ഇരിക്കുകയായിരുന്നില്ല. ആലയത്തിൽ പോയി ഒരു പ്രാവ് കുറുകുന്നത് പോലെ ഹന്ന കുറുകുവാൻ തുടങ്ങിയപ്പോൾ അവളുടെ ജീവിതത്തിൽ ഒരു അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രികാലം നിന്റെ പ്രാർത്ഥന വെറുതെയായി തീരത്തില്ല. നിന്റെ നിലവിളിക്ക് ഉത്തരമുണ്ട്, നിന്റെ യാചനയ്ക്ക് ഉത്തരമുണ്ട്, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ഈ ദിവസങ്ങളിൽ തന്നെ നീ കാണും. അതുകൊണ്ട് മടുത്തു പോകരുത്, മടുത്തു പോകരുത്. മടുപ്പിക്കുന്ന ശക്തികൾ, തളർത്തുന്ന ശക്തികൾ, അതിന്റെ മേൽ രാത്രി ഒരു ജയമെടുക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. അല്പസമയത്ത് ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വേഗത്തിലൊന്ന് വായിക്കാം. അതിനാധാരമായി അപ്പോസ്തലപ്രവൃത്തി 12:5 നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു ചാപ്റ്ററാണ്, വാക്യമാണ്. അപ്പോസ്തലപ്രവൃത്തി 12:5 ഒന്ന് വായിക്കാമോ? ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. മതി. ഇവിടെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരിക, പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരിക. നമുക്കെല്ലാം സുപരിചിതമായ ഒരു വേദഭാഗമാണ്. പല ആവർത്തി നാം എല്ലാം വായിച്ചിട്ടും മെസ്സേജ് കേട്ടിട്ടും ചിന്തിച്ചിട്ടും പഠിച്ചിട്ടും ഒക്കെയുള്ള ഒരു വേദഭാഗമാണ് നാം വായിച്ചത്. നമുക്കറിയാം പത്രോസിനെ തടവിൽ ആക്കിയിരിക്കുന്നു. പത്രോസിന്റെ പ്രത്യേകത, ഇവിടെ പത്രോസ് കിടന്ന് ഉറങ്ങുകയാണ്. അവിടെ നിങ്ങളൊരു വാക്ക് കണ്ടോ? ശ്രദ്ധയോടെ സഭ പ്രാർത്ഥിച്ചു. സഭ എങ്ങനെയാ പ്രാർത്ഥിച്ചത്? സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. നമ്മള് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു എന്ന് വെച്ച് ഒരു ചടങ്ങ് തീർക്കാൻ പ്രാർത്ഥിക്കുന്നത് പോലെയുള്ള പ്രാർത്ഥനയല്ല. വിനാൻഡി പറഞ്ഞല്ലോ, ആ വിഷയത്തിന് വേണ്ടി എന്നാ പ്രാർത്ഥിച്ചേക്കാം, വിടുതൽ നടന്നോട്ട്, അത്ഭുതം നടന്നോട്ട്, ഇനി പ്രാർത്ഥിച്ചില്ല എന്ന പേര് വേണ്ട അങ്ങനെയുള്ള പ്രാർത്ഥനയല്ല. ഇവിടെ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. യാക്കോബിന്റെ ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, നീതിമാന്റെ ശ്രദ്ധയോട് കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നതാ. അപ്പോൾ ശ്രദ്ധ പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് എപ്പോഴും പറയും, ശ്രദ്ധയോടെ പഠിക്കണം. ക്ലാസ്സിൽ ശ്രദ്ധയോടെ ശ്രദ്ധിച്ചിരിക്കണം, അല്ലെ? വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിച്ചോടിച്ചില്ലെങ്കിൽ അവിടെ ഉണ്ടാകാവുന്ന അപകടം വലുതാണ്. അപ്പോൾ അങ്ങനെയുള്ള ശ്രദ്ധ പ്രാർത്ഥനയ്ക്കും വേണം. എപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അല്പസമയം ഇരുന്ന് പ്രാർത്ഥിക്കണമെന്ന് പലപ്പോഴും ആഗ്രഹമുണ്ട്. എന്നാൽ നാം ഇരിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ മറ്റു പല തിരക്കുകളും പിശാചു കൊണ്ടിടും. എന്നാൽ ഇന്ന്
രാത്രികാലം ആ തിരക്കുകളെയൊക്കെ അവഗണിച്ച് അല്പസമയം പ്രാർത്ഥിക്കാൻ ഇരിക്കാമെന്ന് വിചാരിച്ചാലും ഇരുന്ന് കഴിയുമ്പോൾ മറ്റ് ചിന്തകളിലേക്ക് പിശാച് കൊണ്ടുപോകും, മറ്റ് വിഷയങ്ങളിലേക്ക്, മറ്റു പ്രശ്നങ്ങളിലേക്ക് പിശാച് കൊണ്ടുപോകും. എന്നാൽ നീ ശ്രദ്ധയോടെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ അവിടെ ഒരു അസാധാരണമായ വിടുതലുണ്ടെന്ന് ഈ പ്രാരംഭത്തിൽ തിരിച്ചറിയണം. ഇവിടെ പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭ. എന്നാൽ പത്രോസ് ഇവിടെ എന്താണ് ചെയ്യുന്നത്? എനിക്ക് പരിശുദ്ധാത്മാവ് തന്ന ചില ചിന്തകൾ നമുക്ക് ഒരുമിച്ച് ചിന്തിച്ച് പ്രാർത്ഥിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. പത്രോസ് ഇവിടെ ഉറങ്ങുകയാ, അല്ലെ? പത്രോസ് ഉറങ്ങുക. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നാളെ ഒരു ഇന്റർവ്യൂ അല്ലെ നാളെ ഒരു പ്രത്യേക എന്തെങ്കിലും ഒരു വിഷയം വരുന്നു എന്ന് കേൾക്കുമ്പോൾ തലേ രാത്രിയിൽ ഉറങ്ങുന്ന എത്ര പേരുണ്ട്? ഇതുവരെ പ്രസംഗിച്ചിട്ടില്ലാത്ത ഒരാളോട് ബീനാൻഡ് നാളെ പറയുക ഈ കൂട്ടത്തിൽ പ്രസംഗിക്കണമെന്ന് പറഞ്ഞാൽ തലേ രാത്രി എന്തോ ചെയ്യും? ആദ്യമായിട്ടാ പ്രസംഗിക്കാൻ പോകുന്നത്. പ്രസംഗിക്കണം എന്ന് പറഞ്ഞാൽ വലിയ പാടാ, അല്ലെ? രാത്രി ഉറങ്ങാതെ ടെൻഷൻ അടിച്ച് എന്തു പറയും, എങ്ങനെ എന്നൊക്കെ ചിന്തിച്ച് ഉള്ള ഞങ്ങളുടെ ഇവിടെ എല്ലാ ദിവസവും വൈകിട്ട് ഇങ്ങനെ ചർച്ചിന്റെ ഒരു ചെറിയ സൂം മീറ്റിംഗ് ഉണ്ട്. ആ സൂം മീറ്റിംഗ് കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് ഒരു ബ്രദറിനോട് പറഞ്ഞു ലീഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് കേട്ട് ആ ബ്രദർ ആ മീറ്റിംഗ് നന്നായിട്ട് ലീഡ് ചെയ്തു. അന്ന് അദ്ദേഹത്തിന്റെ ഷർട്ട് മുഴുവൻ വേർത്ത് പിഴിഞ്ഞെന്നാ പറഞ്ഞത്. അപ്പൊ ഫസ്റ്റ് ടൈമാ. അപ്പൊ ഞാൻ ഈ പറഞ്ഞതിന്റെ താല്പര്യം, ഇങ്ങനെ എന്തെങ്കിലും നമുക്കൊരു പ്രയാസം വരുന്ന ഒരു വിഷയം വരുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും? നമ്മൾ ഉറങ്ങത്തൊന്നുമില്ല, നമ്മൾ അസ്വസ്ഥരാകും. എന്നാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. തലേ രാത്രിയിൽ യാക്കോബിനെ കൊന്നു. മോനെ, നാളെ ഈ സമയത്ത് നീ കാണത്തില്ല, നീയും ഈ അവസ്ഥയിലൂടെ കടന്നു പോകാൻ പോവുക. എങ്ങനെ ഉറങ്ങാൻ കഴിയും? എന്നാൽ ഇവിടെ വായിക്കുമ്പോ കാണുന്നത് പത്രോസ് സുഖമായി ഉറങ്ങുകയായിരുന്നു. നിങ്ങൾ ആ സിറ്റുവേഷൻ ഒക്കെ വീട്ടിലിരുന്ന് ഒന്നും കൂടെ ഒന്ന് വായിച്ച് ധ്യാനിച്ച് ചിന്തിക്കണം കേട്ടോ. ഏത് സിറ്റുവേഷനിലാ, ഏത് സാഹചര്യത്തിലാ തന്റെ സഹപ്രവർത്തകൻ, തന്റെ സ്നേഹിതൻ, തന്റെ കൂടെ 3.5 വർഷം ഒന്നിച്ച് കർത്താവിന്റെ കൂടെ നടന്ന ആ തന്റെ അരുമ സ്നേഹിതനായ യാക്കോബ് ഹെരോദാവിന്റെ പടയാളികളുടെ വാളാൽ കൊല്ലപ്പെട്ടു. ഇനി തന്റെ ഊഴമ ഈ സ്ഥിതി കണ്ട്, ഈ സ്ഥിതി കേട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക്, സുബോധമുള്ള ഒരു വ്യക്തിക്ക് സുഖമായി ഉറങ്ങാൻ കഴിയത്തില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ ഇവിടെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. പത്രോസ് സുഖമായി ഉറങ്ങി. പക്ഷേ നാളെ തകർക്കപ്പെടാൻ പോകുകയാ. പ്രതീക്ഷകൾ മുഴുവൻ അസ്തമിച്ചിരിക്കുക. വലിയ ആ പ്രതീക്ഷയുടെ ഒരു സാഹചര്യമില്ല, ഒരു സാധ്യതയുമില്ല, ഒരു സ്കോപ്പുമില്ല. അതിന്റെ നടുവിലും കിടന്നുറങ്ങുന്ന പത്രോസിനെ നിങ്ങൾ കണ്ടോ? ഇതിന് ഇങ്ങനെ ഉറങ്ങാൻ ചില കാരണങ്ങളുണ്ട് കേട്ടോ. എന്താണെന്ന് അറിയാമോ? അത് നമ്മൾ സങ്കീർത്തനം 4-ാം അധ്യായം 4-ാം സങ്കീർത്തനം 8-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നത്, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങി. ഹല്ലേലൂയ. നിങ്ങൾ ആ വാക്ക് കണ്ടോ? ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങി. എന്താ അങ്ങനെ ഉറങ്ങാൻ കാരണം? ആ വാക്യം ഒന്ന് വായിക്കാമോ? സങ്കീർത്തനങ്ങൾ 4:8. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നു. എന്നെ ഭയമില്ലാതാക്കിയത് ആരാ? നമ്മൾ എല്ലാ ദിവസവും വിശ്രമിക്കാറുണ്ടല്ലേ? അല്പസമയം കൂടെ കഴിഞ്ഞ് ഹല്ലേലൂയ നമ്മൾ വിശ്രമത്തിനായി പോകും. എന്നാൽ ഇത് ഓർത്തു വെക്കിക്കേ, നീയല്ലോ ഈ ഭയമില്ലാതെ കിടന്നുറങ്ങാൻ എന്നെ സഹായിക്കുന്നത് ആരാ? എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവാ. ഇനി അതിന്റെ 3-ാം സങ്കീർത്തനത്തിലേക്ക് ഒന്ന് വന്നേ. 3-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. രാത്രി കിടക്കാൻ പോകുമ്പോൾ ഞാൻ എന്തോ ചെയ്യും? സമാധാനത്തോടെ നീ നിർഭയം വസിക്കുമാക്കി. പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഹല്ലേലൂയ ഞാൻ എങ്ങനെ ഉറങ്ങിയത്? ഹല്ലേലൂയ നീയല്ലോ എന്നെ എന്ത് ചെയ്തത്? ആ വാക്യം ഒന്നുകൂടെ വായിക്കാമോ? 3:5. ഞാൻ കിടന്നുറങ്ങി, എന്നെ താങ്ങിയിരിക്കാൻ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? ഉണർന്നുമിരിക്കുന്നു. രാത്രിയിൽ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ ഞാൻ ഉറങ്ങുമ്പോ എന്നെ സൂക്ഷിക്കുന്ന ഒരു കർത്താവുണ്ട്. ഞാൻ ഉണരേണ്ട സമയമാകുമ്പോ എന്നെ തട്ടി ഉണർത്തുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. അങ്ങനത്തെ ഒരു സുരക്ഷിത വലയമുള്ളിടത്തോളം കാലം ഒരു ശത്രുവിനോ ഒരു ദൂട്ട ശക്തിക്കോ ഏത് വൻ ശക്തികൾക്കോ എന്നെ ഇല്ലായ്മ ചെയ്യുവാൻ കഴിയത്തില്ല. ഇത് രാത്രി വിശ്വസിക്കുന്നുണ്ടോ? എന്റെ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിൽ ഏതൊക്കെ പ്രതിസന്ധി ശത്രുവായവൻ തൊടുത്തു വിട്ടാലും, ഹല്ലേലൂയ ഉന്നയിച്ചു വിട്ടാലും, ഇന്ന് രാത്രി അതിന്റെ മധ്യത്തിൽ
വാക്യത്തിൽ എന്നെ താങ്ങുന്ന, എന്നെ കരുതുന്ന, എന്നെ പുലർത്തുന്ന, എന്നെ ചേർത്ത് പിടുത്തുന്ന ഒരു സ്വർഗമുണ്ടെന്ന് ഇന്ന് രാത്രി ഞാൻ വിശ്വാസത്തോടെ പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിച്ച് ആമേൻ പറയാൻ കഴിയും? റീകാമന ശന്തൽ പ്രൗഢാരകാര. ഇനി ഒരു ചിന്ത കൂടെ ഞാൻ പറയാം അതിനോട് ചേർത്ത്. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണാൻ കഴിയും. പത്രോസിനോടുള്ള ഒരു ദൈവത്തിന്റെ വാഗ്ദത്തം കാണാൻ കഴിയും. ഹല്ലേലൂയ. എന്താ വാഗ്ദത്തം എന്നറിയാമോ? നീ വയസ്സ് ചെന്നിട്ടേ മരിക്കത്തുള്ളെന്ന്. നിങ്ങൾ കണ്ടോ വാക്യം? നീ വയസ്സ് ചെന്നിട്ടേ മരിക്കത്തുള്ളെന്ന്. എടാ, ഈ വാക്യം കിടക്കുന്നിടത്തോളം, ഈ വാഗ്ദത്തം കിടക്കുന്നിടത്തോളം, ഈ പ്രോമിസ് കിടക്കുന്നിടത്തോളം ഒരു ശക്തിക്കും നിന്നെ ഇടയിൽ വെച്ച് നശിപ്പിക്കാൻ കഴിയത്തില്ല. ഇനി പാതി വഴിയിൽ വെച്ച് ഹല്ലേലൂയ ഹേരോദാവോ അവന്റെ എത്ര വലിയ സന്നാഹം നോക്കിയാലും, അവന്റെ പടയാളികൾ എത്ര ഉന്നതമായ നിലയിൽ നിൽക്കുന്നവർ നോക്കിയാലും അതിന്റെ ഇടയിൽ വെച്ച് നിന്നെ നശിപ്പിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിക്കണേ, പത്രോസിന്റെ അനുഭവം. പല സന്ദർഭത്തിൽ ദൈവത്തിൽ നിന്ന് അകന്ന് സഞ്ചരിച്ച മനുഷ്യനായിരുന്നു പത്രോസ്, അല്ലെ? പല സന്ദർഭത്തിൽ ദൈവത്തിൽ നിന്ന് അല്ലെ പിന്മാറിപ്പോയതാ. എങ്കിലും കർത്താവ് അവനോട് കൂടെ ചെന്നിട്ട് അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോനെ പത്രോസേ, ഇവയിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നോ? ഇവയിൽ അധികമായി നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? ഹല്ലേലൂയ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. എടാ, ഒരു പത്രോസ് പോയാൽ വേറെ പത്രോസിനെ ദൈവത്തിന് കിട്ടും. ഹല്ലേലൂയ. എടാ, ഈ പത്രോസിനെ തന്നെ എന്തിനാ തേടിപ്പോയത്? ഈ പത്രോസിനെ കൊണ്ട് ചില കാര്യങ്ങൾ കർത്താവിന് ഭാവിയിൽ ചെയ്തു തീർക്കാനുണ്ട്. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതല്, ഈ രാത്രിയിൽ എന്നെ നിങ്ങളെയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവമാക്കി വെച്ചിരിക്കുന്നതിന് ഹല്ലേലൂയ. ഞാൻ എപ്പോഴും എന്റെ ഭാഷയെ പറയാറുണ്ട്, ഒരു 1000 കിണ്ടൽ അരി കഴിച്ചിട്ട് ഈ ലോകത്തുനിന്ന് പോകാനല്ല. ഹല്ലേലൂയ. നമുക്ക് തന്നിരിക്കുന്ന അവസരങ്ങൾ, നമുക്ക് തന്നിരിക്കുന്ന സാഹചര്യങ്ങൾ, നമുക്ക് തന്നിരിക്കുന്ന സംവിധാനങ്ങൾ മുഴുവൻ ദൈവരാജ്യത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ വേണ്ടി മാത്രമാണ്. മനസ്സിലായോ? നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കഴിപ്പാനും നിങ്ങളുടെ ഫലം നിലനിൽക്കുവാനും ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുക. ഹല്ലേലൂയ. ഈ ലോകത്ത് ഒത്തിരി പേരുണ്ടായിരുന്നു. നിങ്ങളുടെയൊക്കെ പേര് പറഞ്ഞ് ഹല്ലേലൂയ, ആ പേരിൽ ഒത്തിരി ആളുകൾ ഈ ലോകത്ത് കിടപ്പുണ്ട്. എന്നാൽ അവിടെ നിന്ന് എന്നെ പൊക്കിയെടുത്തോണ്ട് വന്നത് യജമാനന് ഫലമുള്ളതായി തീരുവാനാ. ഇന്ന് രാത്രി എത്ര പേര് തിരിച്ചറിയുന്നു അത്? അങ്ങനാണെങ്കിൽ ദൈവിക വാഗ്ദത്തമുള്ളവനെ തടയിടുവാൻ, അവന്റെ ഭാവിയെ നശിപ്പിക്കുവാൻ, അവന്റെ ജീവിതത്തെ നശിപ്പിക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്ന് ഈ പ്രാരംഭത്തിൽ ഞാൻ പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വാസത്തോടെ ആമേ പറഞ്ഞ് സ്വീകരിക്കാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ കണ്ടോ, പടയാളികൾക്കോ ഹേരോദാവിനോ അവന്റെ ഒരു സന്നാഹത്തിനോ ഹല്ലേലൂയ ഇവന്റെ മേൽ ഇങ്ങനൊരു വാഗ്ദത്തം ഉള്ളിടത്തോളം കാലം അതിനെ തൊടുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല കേട്ടോ. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ വാഗ്ദത്തം ചെയ്ത കുടുംബമായാലും, വാഗ്ദത്തം ചെയ്ത ശുശ്രൂഷകന്മാരോ ഹല്ലേലൂയ ദൈവത്തിന്റെ വാഗ്ദത്തമാ നിന്റെ മേൽ ഉണ്ടതെങ്കിൽ അതിനെ എടുത്തു കളയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. എന്തുകൊണ്ടാ പത്രോസ് ഉറങ്ങുന്നത്? പത്രോസിനെ പറ്റി കർത്താവിനൊരു പ്രോമിസ് ഉണ്ടായിരുന്നു. നീ ഇപ്പോഴെങ്കിലും മരിക്കത്തില്ല. എടാ, രോഗമോ ദുഃഖമോ നിന്ദകളോ ഒന്നും കണ്ട് പിന്മാറി പോകരുത് കേട്ടോ. ഹല്ലേലൂയ. ഇതൊക്കെ വരുമ്പോഴും ആരാധനയ്ക്കോ പ്രാർത്ഥനയ്ക്കോ ഒന്നും ഒരു കുറവ് സംഭവിക്കരുത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? പലപ്പോഴും നമ്മുടെയൊക്കെ ചിന്ത ഒരു അവിശ്വാസവും സംശയവും ഒക്കെ കടന്നു വരും. എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? എന്തിനാ ഇങ്ങനെ ആരാധിക്കുന്നത്? ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ പലപ്പോഴും കടന്നു വരും. എന്നാൽ രാത്രികാലം ഓർത്തോളം, ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിർവഹിക്കുവാൻ ദൈവശക്തനാ. ദൈവമാ വാഗ്ദത്തം ചെയ്തതെങ്കിൽ അത് നിർവഹിക്കുവാൻ, അത് നിറവേറ്റുവാൻ, പടിപടിയായി നിന്റെ ജീവിതത്തിൽ അത് നിർവഹിക്കുവാൻ ദൈവം ശക്തനാ. ഹല്ലേലൂയ. പത്രോസിനെ പറ്റിയുള്ള വാഗ്ദത്തങ്ങൾ അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുമ്പോൾ കാണാം, അല്ലെ? അപ്പോസ്തലർ ഭയങ്കര അസാധാരണമായ വാഗ്ദത്തമായി. യോഹന്നാന്റെ സുവിശേഷം ഇത് വായിക്കുന്നതെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പത്രോസിന്റെ സ്ഥിതി മാറി, പത്രോസിന്റെ ക്യാരക്ടർ മാറി, പത്രോസിന്റെ ശബ്ദം മാറി, പത്രോസിന്റെ സംസാര വിഷയം മാറി. എന്തുവാ പത്രോസ് ഇന്നലെ വരെ നിന്റെ കൂടെ വന്നാൽ എന്ത് കിട്ടും, എന്ത് തിന്നും, എന്ത് കുടിക്കും? ഇതാ 3-4 അധ്യായങ്ങളിലേക്കൊക്കെ വരുമ്പോൾ മഹാപുരോഹിതന്മാരുടെയും വലിയ ബറ്റാലിയൻ സന്നാഹത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പത്രോസ് ഹല്ലേലൂയ മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ
അറിയിക്കുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഒരു നാമമേ ഉള്ളൂ എന്നൊക്കെ അത്രയും തന്റെ ഇടത്തോടെ ശക്തമായി വിളിച്ചു പറയണമെന്നുണ്ടെങ്കിൽ സാധാ അഭിഷേകമൊന്നുമല്ല പത്രോസിന്റെ മേൽ വ്യാപരിക്കുന്നത്, അസാധാരണ അഭിഷേകമാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? എന്താ ഹല്ലേലൂയ, ഈ കാര്യങ്ങൾ പലവിധമാകുന്ന ഇന്നലകളിൽ ഒരിടത്ത് ഒതുങ്ങിക്കൂടിയിരുന്ന പത്രോസ് കർത്താവിന്റെ ഈ ലോകത്തിൽ നിന്ന് കർത്താവ് വിടവാങ്ങിയതിനു ശേഷം പത്രോസിന്റെ സംസാര ശൈലിയൊക്കെ നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഞാൻ അവിടെ എങ്ങും നിൽക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞതിന്റെ പിന്നിൽ ഓരോ വ്യക്തിയെ പറ്റി, ഓരോ കുടുംബത്തെ പറ്റി, ഓരോ ശുശ്രൂഷകന്മാരെ പറ്റി ദൈവത്തിന് വലിയ അസാധാരണമായ പദ്ധതിയുണ്ട്. അതിന്ന് രാത്രികാലം ദൈവസഭ കുടുംബങ്ങൾ തിരിച്ചറിയണം. പ്രതിസന്ധി താൽക്കാലികമാ, പ്രശ്നങ്ങൾ താൽക്കാലികമാ, ബുദ്ധിമുട്ടിക്കുന്ന വിഷയങ്ങൾ വരും, ഞെരുക്കുന്ന വിഷയങ്ങൾ വരും, നിരാശപ്പെടുത്തുന്ന വിഷയങ്ങൾ വരും, അസഹ്യപ്പെടുത്തുന്ന വിഷയങ്ങൾ വരും. എന്നാൽ ഇന്ന് രാത്രികാലം എന്റെ മേൽ അഭിഷേകം ഉള്ളിടത്തോളം കാലം ഒരു ശക്തിക്കും എന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല, എന്നെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല, എന്നെ വീഴ്ത്താൻ കഴിയത്തില്ല, എന്നെ നശിപ്പിക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി എത്ര പേർ തിരിച്ചറിയുന്നു? ഹല്ലേലൂയ. വാഗ്ദത്തം നീ മറന്നുപോയാലും വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാ കേട്ടോ. അത് നിറവേറ്റും, അത് നിറവേറ്റും. ഇത് രാത്രി അത് വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, അത് ചുമ്മാതല്ല പത്രോസ് ഇതിന്റെ അകത്ത് സുഖമായിട്ട് ഉറങ്ങാൻ കാരണം. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 23-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പൗലോസിന് നേരെ ചെറിയ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതായിട്ട് നമുക്ക് കാണാം. അവിടെ വളരെ ചിന്തനീയമായ ചില വിഷയങ്ങൾ കിടപ്പുണ്ട് കേട്ടോ. 40 അംഗ സംഘം. നിങ്ങൾ ചിന്തിക്കണേ, പൗലോസിനോട് ദൂതൻ വന്നിട്ട് പറഞ്ഞു, പൗലോസെ, നീ യെരുശലേമിൽ എന്നെ സാക്ഷീകരിച്ചതുപോലെ നീ റോമിലും എന്നെ പറ്റി സാക്ഷീകരിക്കാൻ പോവാ. 23-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിലാണ് കിടക്കുന്നത്. നീ യെരുശലേമിൽ എന്നെ സാക്ഷീകരിച്ചതുപോലെ തന്നെ റോമിലും എന്നെ പറ്റി സാക്ഷീകരിക്കാൻ പോവാ. ഇതാരാ പറയുന്നത്? ഹല്ലേലൂയ, ദൈവത്തിന്റെ ദൂതൻ വന്നിട്ട് പറയുക. ആരോടാ പറയുന്നത്? പൗലോസിനോടാ പറയുന്നത്. ഇത് പൗലോസിനോട് പറയുമ്പോൾ പൗലോസ് പട്ടുമത്തെ കിടക്കുകയല്ല കേട്ടോ. പൗലോസ് പ്രതികൂലത്തിന്റെ വലിയ നടുക്കടലിൽ കിടക്കുക, അതിന്റെ ഏറ്റവും ആഴത്തിൽ കിടക്കുക. സാഹചര്യങ്ങൾ മുഴുവൻ എതിരാ. എന്ത് നിമിത്തമാ? സുവിശേഷം നിമിത്തമാ കേട്ടോ. സുവിശേഷം നിമിത്തമാ. ഹല്ലേലൂയ. തന്റെ കർത്താവിന്റെ സ്നേഹം തന്നെ ആ സ്നേഹത്താൽ വിളിച്ച് ആ കർത്താവിന്റെ സ്നേഹം നിമിത്തം ഇറങ്ങിയ അന്ന് മുതൽ ഹല്ലേലൂയ പ്രതികൂലങ്ങളും കഷ്ടതകളും പീഡകളും ഒത്തിരി ഒത്തിരി അനുഭവിച്ച് കയറി വന്ന ഈ മനുഷ്യന് നേരെ ഹല്ലേലൂയ 40 അംഗ സംഘം കൂടിയിട്ട് തീരുമാനിച്ചു, ഇവനെ കൊന്നിട്ടല്ലാതെ ഇനി ഇവര് ഭക്ഷണം കഴിക്കത്തില്ല. നിങ്ങൾ കേൾക്കണേ, ഹല്ലേലൂയ, ഇവനെ കൊന്നിട്ടല്ലാതെ. കാരണം ഇവന്റെ അന്ത്യം കാണണം, ഇവന്റെ അവസാനം കാണണം. ഇതാണ് ഇവരുടെ പദ്ധതി, ശത്രുവിന്റെ പദ്ധതി. അവര് ഡിക്ലെയർ ചെയ്തു, അതിനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുക. അണ്ടറിക്കൂടെ അതിനുള്ള കാര്യപരിപാടികൾ, അജണ്ടകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. എന്നാൽ അതിനു മുമ്പ് ദൂതൻ വന്നിട്ട് പറഞ്ഞു, മോനെ പൗലോസേ, ഇവിടെ തീരത്തില്ല. ശത്രു അണിയറയിൽ എന്തെല്ലാം പദ്ധതി ഒരുക്കിയാലും നിന്നെ പറ്റിയുള്ള എന്റെ പദ്ധതി നീ ഇവിടെ പ്രസംഗിച്ചതുപോലെ, ഈ കവലെ പ്രസംഗിച്ചതുപോലെ, ഈ ജംഗ്ഷനിൽ പ്രസംഗിച്ചതുപോലെ, ഈ രാജ്യത്ത് പ്രസംഗിച്ചതുപോലെ അടുത്ത ഗ്രാമത്തിൽ നീ നിൽക്കാൻ പോവുക. ഇവിടെ തകർന്ന് തരിപ്പണമാകണമെന്ന ദുഷ്ടപിശാചിന്റെ പദ്ധതിയെങ്കിൽ ഇന്ന് രാത്രിയിൽ അതല്ല. എനിക്ക് നിന്നെ പറ്റിയുള്ള പ്ലാൻ, നിനക്ക് ശുശ്രൂഷ തന്നത് ഞാനാണെങ്കിൽ, നിന്നെ വിളിച്ചിറക്കിയത് ഞാനാണെങ്കിൽ, നിന്നെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത് ഞാനാണെങ്കിൽ, അടുത്തത് എന്താ ചെയ്യേണ്ടത് ഞാൻ തീരുമാനിക്കുന്നത്. ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? വാഗ്ദത്തമുള്ളതിനെ തടയിടാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല കേട്ടോ. ഇന്ന് രാത്രി വിശ്വസിക്കണം, വിശ്വസിക്കണം, വിശ്വസിക്കണം. വാഗ്ദത്തമുള്ളതിനെ തടയിടാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. ആ മാറി നിന്ന് വെല്ലുവിളിക്കാൻ കാണും. നമുക്കറിയാം, ഓലപ്പാമ്പൊക്കെ കാണിച്ചു പേടിപ്പിക്കാൻ കഴിയും. ഹാമാൻ മോർദെഖായിക്ക് നേരെ പല പദ്ധതികളും ഒരുക്കി. ഹല്ലേലൂയ. മുട്ടയിരിക്കുന്നവനായിരുന്നു ഹാമാൻ, മോർദെഖായി. മുഴങ്കാലിൽ ഇരിക്കാനേ മോർദെഖായിക്ക് അറിയത്തുള്ളൂ. ദൈവത്തിന്റെ മുഖത്ത് നോക്കാനേ മോർദെഖായിക്ക് അറിയത്തുള്ളൂ. ഒറ്റ മനുഷ്യനെ വണങ്ങാൻ പോകത്തില്ല.
എടുത്ത് നോക്കിയാൽ വലിയ സ്വാധീനമൊന്നും അവന്റെ ഫോണിലില്ല, വലിയ കോണ്ടാക്ട്സ് ഒന്നും അവനില്ല, വലിയ ബന്ധങ്ങളൊന്നും പുറത്തില്ല. ഹാമാൻ മുഴുവൻ ആളുകളുമായിട്ട് കണക്ഷൻ ഉള്ളവനാ. എന്നാൽ ഇത് രാത്രികാലം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ദൈവത്തിന്റെ പദ്ധതി കണ്ടോ? ദൈവത്തിനറിയ എവിടാ പിടിച്ചു കുലുക്കേണ്ടതെന്ന്. നിന്റെ ജീവിതത്തിൽ വിടുതൽ വെളിപ്പെടുത്തുവാൻ എവിടെ പിടിച്ചു കുലുക്കണമെന്ന് ദൈവത്തിനറിയാം. കൊട്ടാരത്തിലെ ഉറക്കം ദൈവം കെടുത്തി. റീകം പ്രൗഢാരക ശന്തന വൈശന്ധന കൊട്ടാരത്തിലെ ഉറക്കം ദൈവം കെടുത്തി. അന്ന് രാത്രി ചില പദ്ധതികൾ ദൈവം അവിടെ നടപ്പിലാക്കുന്നത് നമുക്കെല്ലാം അറിയാം. ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കുന്നവൻ പരാജയപ്പെടത്തില്ല, പ്രാർത്ഥിക്കുന്നവൻ പരാജയപ്പെടത്തില്ല. റീകാരക ശന്തൻ പ്രൗഢാരകാല. ഇന്ന് രാത്രി നിന്റെ അവിശ്വാസം എല്ലാം എടുത്ത് പുറത്തുകളാ, നിന്റെ നിരാശയെല്ലാം എടുത്ത് വെളിക്കളാ. ഇന്ന് രാത്രികാലം നിന്നെ തളർത്തുന്ന വിഷയം ഏതുമായിക്കൊണ്ട് അതിനെല്ലാം എടുത്ത് വെളിക്കളാ. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട്, നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സ്വർഗമുണ്ട്. നീ നിരാശപ്പെട്ട് പോകത്തില്ല. തളർത്തുവാൻ നോക്കുന്ന ഏത് ശക്തിയായാലും ഇന്ന് രാത്രി അതിനെ മേൽ നീ ജയമെടുത്തിടുക. എന്റെ ദൈവം എന്റെ കൂടുണ്ട്, ഞാൻ പരാജയപ്പെടത്തില്ല. ഹല്ലേലൂയ. ഒന്നാമത്തെ ചിന്ത, പത്രോസ് ഉറങ്ങുകയായിരുന്നു. അതിന്റെ 2-ാം അധ്യായം 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു കാര്യം കാണാം. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ ഇറങ്ങി. നിങ്ങൾ കണ്ടോ? പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ ഇറങ്ങി. ഇന്ന് രാത്രി ഒരു ചിന്ത പല മേഖല ക്ലിയർ ആകുന്നില്ല. അവസാനം സോറി, നെറ്റ്വർക്കിന്റെ ഒരു ഇഷ്യൂ ആയിരുന്നു, സോറി. അപ്പം നമ്മുടെ ഇന്നത്തെ കാലത്തിന്റെയും പഴയ കാലത്തിന്റെയും പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇന്ന് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആദ്യമൊന്നും ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാൻ നമ്മൾ തയ്യാറാകത്തില്ല, അല്ലെ? ആദ്യം നമ്മൾ ചെയ്തത് അല്പ രാഷ്ട്രീയവും അതുപോലെ മറ്റ് ചില ബന്ധങ്ങളും ഒക്കെ നമുക്കുണ്ട്, പണത്തിന്റെ ഒക്കെ സ്വാധീനമുണ്ട്. ഇതിനെല്ലാം നമ്മൾ പ്രതീക്ഷ പോലെ ഒരു ഇത് കാണാതെ വരുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാൻ തയ്യാറാക്കുള്ളൂ. എന്നാൽ ഈ ആദിമ സഭയുടെ ഒക്കെ പ്രത്യേകത എന്താ? അവർക്ക് പണത്തിന്റെയോ രാഷ്ട്രീയ തലത്തിലോ ഒന്നും വലിയ സ്വാധീനമൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്കാകെ ഉണ്ടായിരുന്നതെന്ന് പറയുന്നത് എന്തുവാ? അവർക്കാകെ ഉണ്ടായിരുന്നെന്ന് പറയുന്നത് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാൻ അവർക്ക് കഴിയത്തുള്ളായിരുന്നു, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാൻ അറിയത്തുള്ളായിരുന്നു. ഇന്ന് രാത്രികാലം അതുകൊണ്ട് എന്താ സംഭവിച്ചത്? നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നു, ഇവിടെ സഭ പ്രാർത്ഥിക്കുന്നു, മറു സൈഡിൽ എന്താ സംഭവിക്കുന്നത്? പത്രോസ് സുഖമായിട്ട് കിടന്നുറങ്ങുക. എന്നാൽ ആ രാത്രി ചില വിശേഷതകൾ ഈ കാരാഗ്രഹത്തിൽ നടക്കുക. ഇന്നലെ വരെ ഈ കാരാഗ്രഹം പോയതുപോലല്ല ഇന്ന് ഈ കാരാഗ്രഹത്തിൽ നടക്കുന്നത്. ഇന്നലെ വരെ ഈ കാരാഗ്രഹത്തിൽ നടന്ന സംഭവങ്ങൾ അല്ല ഇന്ന് ഈ കാരാഗ്രഹത്തിൽ നടക്കുന്നത്. തന്റെ ഭക്തന് വേണ്ടി ചില പദ്ധതികൾ ദൈവം ഒരുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. 7-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, ദൂതൻ ഇറങ്ങി. ഇന്ന് രാത്രികാലം ഓർത്തുകൊള്ളണം, ഒരു കൂട്ടം ദൈവമക്കൾ പ്രാർത്ഥിക്കുന്ന തുടങ്ങിയപ്പോൾ കാരാഗ്രഹത്തിൽ എന്തോ ചെയ്തു? ദൂതൻ ഇറങ്ങി. എവിടെയാ ദൂതൻ ഇറങ്ങുന്നതെന്ന് അറിയാമോ?
എവിടെയാ ദൂതൻ ഇറങ്ങുന്നത് അറിയോ? ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത, എത്തപ്പെടാൻ കഴിയാത്ത മേഖലയിൽ ദൂതൻ ഇറങ്ങും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്ത് തീർക്കാൻ, അല്ലെ ഇടപെടാൻ, അല്ലെ പ്രവർത്തിക്കാൻ ഇവിടെ ആര് സംസാരിച്ചിട്ടും കാര്യമില്ല. ഇവിടെ ആര് പ്രവർത്തിച്ചിട്ടും കാര്യമില്ല. ഇവിടെ ഈ സ്ഥലത്തെ ഏറ്റവും തലമുതിർന്ന, അല്ലെങ്കിൽ ഏറ്റവും തലപ്പത്തിരിക്കുന്നവനെ ഓർഡർ ഇട്ടേക്കുന്നത്, പെസഹ കഴിഞ്ഞാൽ അടുത്ത ദിവസം ഇവന്റെ തല വെട്ടിയേക്കണം, ഓർഡർ ഇട്ടേക്കുക. ഇനിയും ഇവനും എന്തെങ്കിലും മാനസാന്തരം വന്നെങ്കിലേ ഉള്ളൂ. അത് ഇപ്പൊ നടക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഈ മനുഷ്യന് വേണ്ടി നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, ദൈവത്തിന്റെ ദൂതൻ ഈ കാരാഗ്രഹത്തിന്റെ അകത്ത് ഇറങ്ങി. ഇന്ന് രാത്രികാലം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒന്ന് രണ്ട് ചിന്തകൾ അതിനോട് ചേർത്ത് ഞാനൊന്ന് പറയാം. നമുക്കറിയാം ഏലിയാ പ്രവാചകനെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ഏലിയാവ് അല്ലെ? ഏലിയാവിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി വിശേഷതകൾ നമ്മ എല്ലാവരും വാതോരാതെ പറയും. ഏലിയാവ് ആരായിരുന്നു? ഏലിയാവ് പ്രവാചകനായിരുന്നു. ഏലിയാവ് പ്രഖ്യാപിച്ചു, ഇനിയും അടുത്ത 3 വർഷം ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഴ പെയ്യത്തില്ല, അല്ലെ? ഈ ഏലിയാവ് ഇത് ഡിക്ലെയർ ചെയ്യുമ്പോൾ, മോനെ ഏലിയാവേ, അടുത്ത ദിവസം മുതൽ നിന്റെ ഭാവി എന്താ? നിന്റെ ജീവിതത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? നീ പട്ടിണിയാകാൻ പോവല്ലേ, അല്ലെ? ഒരു പക്ഷേ അങ്ങനെ ചിന്തകൾ വരും. എന്നാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുകയും, ഈ ഡിക്ലെയർ ചെയ്തപ്പോഴത്തേക്കിന് പിറ്റേ ദിവസം മുതൽ കാക്ക വരാൻ തുടങ്ങി. അവിടെ വായിക്കുമ്പോൾ കാക്കയോട് ദൈവം കൽപ്പിച്ചു, അല്ലെ? ആ കാക്കയുടെ വരവും നിൽക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് ദൈവം അടുത്ത ഡെസ്റ്റിനേഷൻ കാണിച്ചു കൊടുക്കുക. സാരെഫാത്തിലെ വിധവയുടെ ഭവനം. ചിന്തിച്ചു നോക്കിക്കേ, മൂന്നാമത് അവിടെ എല്ലാം കഴിഞ്ഞു. ആ സാഹചര്യം എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ, 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഏലിയാവ് ഇപ്പോഴും എവിടെ കിടക്കുന്നതെന്ന് അറിയാമോ? ചൂരച്ചെടിയുടെ കീഴിലാ. 3 സിറ്റുവേഷൻ നിങ്ങളൊന്ന് കാണണം. ചൂരച്ചെടിയുടെ കീഴിൽ കിടക്കാൻ കാരണം, 19-ാം അധ്യായത്തിൽ ഇസബേല് എന്ന് പറയുന്ന സ്ത്രീ വെല്ലുവിളിച്ചു, നാളെ ഈ നേരത്ത് നിന്റെ ജീവനെ എടുത്തില്ലെങ്കിൽ ആ മനുഷ്യരെ പോലെ ഞാനും എന്ത് ചെയ്യും? നിങ്ങളെ കൊന്നു കളഞ്ഞേക്കാനാ. ഭയങ്കരമായിട്ട് ഈ വെല്ലുവിളി, ഈ സ്ത്രീയുടെ വെല്ലുവിളി കേട്ട് ഈ ഏലിയാവ് എന്ത് ചെയ്തു? ഭയന്നു. നിങ്ങൾ കേൾക്കണേ, ഭയന്നു, അല്ലെ? ഈ മനുഷ്യൻ ആരാ? സാധാ മനുഷ്യനൊന്നും അല്ല. സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി ബാലിന്റെ യാഗവീടം ഒക്കെ ദഹിപ്പിച്ച മനുഷ്യനാണ്. അസാധാരണമായ നിയോഗത്തോടെ നിന്ന മനുഷ്യനാ. ഇപ്പൊ പേടിച്ച് കിടക്കുക. മതി യഹോവേ മതി, എന്റെ പ്രാണനെ എടുത്തോണം, എനിക്ക് ഇനി അടുത്തൊരു സ്റ്റെപ്പ് പോലും വയ്ക്കാൻ കഴിയത്തില്ല, എനിക്ക് ശക്തിയില്ല, അവൾ എന്നെ കൊല്ലും, അവള് പറഞ്ഞതാ, അല്ലെ? നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. ഇന്നലെ ഒരു പ്രയാസം വന്നപ്പോഴത്തേന് കാക്കയും കൊണ്ട് പോഷിപ്പിച്ചു, അല്ലെ? അടുത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ അവിടെ വായിക്കുന്നത് വിധവ ഒരു മനുഷ്യനെ കൊണ്ട് പോഷിപ്പിച്ചു. ഒരു സാധാ ഒരു മൃഗത്തെയും കൊണ്ട് ചെയ്യിക്കേണ്ടത് ദൈവം ചെയ്യിച്ചു, വ്യക്തികളെ കൊണ്ട് ചെയ്യേണ്ടത് ദൈവം ചെയ്തു. എന്നാൽ ഇപ്പൊ കിടക്കുന്നത് എവിടാ? ചൂരച്ചെടിയുടെ കീഴില. അവിടെ കാക്ക വന്നിട്ട് കാര്യമില്ല. അവിടെ സാരെഫാത്തിലെ വിധവ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഇടപെട്ടാലും കാര്യമില്ല. അവിടെ ഇടപെടേണ്ടത് ആരാണെന്ന് സ്വർഗത്തിലെ ദൈവത്തിന് നന്നായിട്ട് അറിയാം. എന്താ ഇന്ന് രാത്രികാലം ഞാൻ ഈ പറഞ്ഞു വരുന്നത് മനസ്സിലായോ? ഹാലിയ ദൈവത്തിന് കൃത്യമായിട്ട് അറിയാം. ഹല്ലേലൂയ. ആരാ കാക്ക വരേണ്ടടുത്ത് ദൈവം എന്ത് ചെയ്യും? കാക്കയെ അയക്കും. വ്യക്തികളെ അയക്കേണ്ടടുത്ത് ദൈവം എന്ത് ചെയ്യും? വ്യക്തികളെ അയക്കും. ഹല്ലേലൂയ. ദൂതനെ ഇറക്കേണ്ടടുത്ത് ദൈവം ദൂതനെ ഇറക്കും. ഹല്ലേലൂയ. ഇവിടെ വന്നിട്ട് ദൂതൻ വന്നിട്ട് പറയുന്നത് എന്താ? എടാ മോനെ, നിനക്ക് പോകേണ്ടത് മുന്നോട്ടാ. നിന്റെ ശുശ്രൂഷ തീർന്നിട്ടില്ല, നിന്റെ ജീവിതം തീർന്നിട്ടില്ല. ഹല്ലേലൂയ. നിന്റെ പ്രോഗ്രാം തീർന്നിട്ടില്ല, ഇനി നിനക്ക് മുന്നോട്ട് പോകാനുണ്ട്. അവിടെ വായിക്കുമ്പോൾ കാണുന്നത്, ഹല്ലേലൂയ, ദൂതൻ കൊണ്ടുവന്നിട്ട് ഒരടയാ കൊടുക്കുന്നത്, ഒരട കൊടുക്കുക. ഇതിനു മുമ്പ് ഈ ഭക്ഷണങ്ങളെ പറ്റിയാ നമ്മൾ കാണുന്നത്. ആ കറക്റ്റ് ഓരോ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ദൈവത്തിന് നന്നായിട്ട് അറിയാം. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ദൂതൻ ഇറങ്ങിയാൽ അതൊരു അസാധാരണമായ വിടുതലായിരിക്കും കേട്ടോ. ദൂതൻ ഇറങ്ങിയാൽ അതൊരു അസാധാരണമായ വിടുതല. ഇന്ന് രാത്രി മനസ്സിലായോ? ഹല്ലേലൂയ. ഓരോ നമ്മളെ പറ്റി എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു സ്വർഗമുണ്ട്. സമയത്ത് നമുക്ക് വേണ്ടി വ്യക്തികളെ അയക്കേണ്ടടുത്ത് ദൈവം വ്യക്തികളെ അയക്കും. ഇത് ഇന്ന് രാത്രി തിരിച്ചറിയണം. ദൈവ സഭ തിരിച്ചറിയണം. സാഹചര്യങ്ങളെ നോക്കരുത്. അയ്യോ, ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, ഞാൻ ഒത്തിരി കരഞ്ഞു, ഞാൻ ഒത്തിരി ഉപവസിച്ചതാണല്ലോ, എന്റെ സഭ ഒത്തിരി പ്രാർത്ഥിച്ചതാണല്ലോ. എന്നാൽ ഇന്ന് രാത്രി ഓർത്തോണം, എല്ലാ വിഷയത്തിന് നടുവിലും ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒത്തിരി സമയം വേണ്ട. ഹല്ലേലൂയ. നമുക്കറിയാം യോനയുടെ കാലത്ത് യോനായെ എവിടെ കൊണ്ടുവരാനാ? നിനവയിലേക്ക് കൊണ്ടുവരുവാൻ മത്സ്യത്തോടെ
ദൈവത്തോട് കൽപ്പിച്ചെന്നാ വായിക്കുന്നത്. അങ്ങനെയെങ്കിൽ കർത്താവിന് ഓരോന്നിനെ ഉപയോഗിക്കാം. ഒരു ആവണക്കിനോട് കൽപ്പിച്ചപ്പോൾ ഒരു സസ്യം, അല്ലേ, ചെറിയൊരു സസ്യം പെട്ടെന്ന് പൊങ്ങി വന്നു, അല്ലേ? ഒരു പുഴുവിനോട് കൽപ്പിച്ചു, അത് പോയി കുത്തിക്കളയാൻ പറഞ്ഞു. ഇതിനകത്ത് ഒന്ന് ഓർത്ത് വെക്കുകയെ, ദൈവത്തിന് എത്ര സമയം വേണം? ഏത് സാഹചര്യത്തിലും ഏത് ഇതിലൂടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. ദൈവസഭ ഇന്ന് തിരിച്ചറിയണം, ദൈവസഭ ഇന്ന് തിരിച്ചറിയണം. ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. ഒന്നാമത് ദൂതൻ ഇറങ്ങിയ വിഷയം നമ്മൾ കണ്ടു. രണ്ടാമത്തെ ഭാഗം മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അതൊന്ന് വായിക്കാമോ? മാത്യു ചാപ്റ്റർ 28:1. ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും കല്ലറ കാണുവാൻ ചെന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലുരുട്ടി അതിന്മേൽ ഇരുന്നിരുന്നു. ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. അവന്റെ രൂപം ഇവിടെ വായിച്ച് കണ്ടില്ലേ? ആരൊക്കെയാ കല്ലറയിലേക്ക് പോകുന്നു? ഇതിന്റെ പശ്ചാത്തലവും ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഞാൻ സമയത്തിന്റെ ചുരുക്കത്താൽ വിസ്തരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഭാഗത്ത് സഹോദരിമാര് കർത്താവിനെ കാണാൻ വേണ്ടി ഒക്കെ വരുക. അപ്പൊ അവരുടെ മുമ്പിൽ 3 വിഷയമുണ്ട്. 3 ഭാരമേറിയ വിഷയം എന്താണെന്ന് അറിയാമോ? ഒന്ന്, റോമ ഗവൺമെന്റിന്റെ ഇംപീരിയ മുദ്ര. ഇത് ഇവർക്ക് ഒരു വലിയ തടസ്സമാണ്. രണ്ടാമത്തെ വിഷയം പടയാളികൾ, വലിയ പടയാളി കൂട്ടത്തെ കാവൽ നിർത്തിയിരിക്കുക. മൂന്നാമത്തെ വിഷയമാണ് വലിയ കല്ലുകൾ, അല്ലെ? കല്ലുകൾ എന്ന് പറഞ്ഞാൽ നീക്കാൻ കഴിയാത്ത വലിയ ഭാരമേറിയ കല്ല്. ഈ 3 തടസ്സങ്ങൾ ഇവരുടെ മുമ്പിൽ നിൽക്കുക. ഇവര് വന്നപ്പോൾ കാണുന്നത് എന്താ? ഈ തടസ്സങ്ങൾ മുഴുവൻ മാറിയിരിക്കുന്നതാ കാണുന്നത്. ഒന്നെന്തുവാ? മാനുഷിക ശക്തി കൊണ്ട് നീക്കുവാൻ കഴിയാത്ത കല്ല്. 2, നിയമ തടസ്സമുണ്ട്, അല്ലെ? ശാരീരിക തടസ്സമുണ്ട്, അല്ല? അതുപോലെ ഇങ്ങനെയുള്ള തടസ്സങ്ങൾ. അതുകൊണ്ട് അവിടെ വായിക്കുന്നത് ഈ കല്ല് ആര് ഉരുട്ടി മാറ്റും? നിങ്ങൾ ചിന്തിച്ചോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഇവർക്ക് നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും വലിയ ഭാരമുള്ള കല്ല് എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, റോമ ഗവൺമെന്റിന്റെ സീലുണ്ട്. ആ സീൽ ഉള്ളിടത്തോളം കാലം ആർക്കും അത് മാറ്റാൻ പറ്റുന്നില്ല. അതിന്റെ പ്രത്യേക അധികാരികൾ വന്ന് അതിന്, നമുക്കറിയാം, നിയമ തടസ്സങ്ങളൊക്കെ കീറി മുറിക്കണമെങ്കിൽ വലിയ പാടാണ്, അല്ലെ? രണ്ടാമത്തെ വിഷയം എന്തുവാ? പടയാളികൾ കാവൽ നിർത്തുന്ന പെട്ടെന്ന് നമുക്ക് കയറി ചെല്ലാൻ പറ്റത്തില്ല. മൂന്നാമത്തെ വിഷയം എന്താ? ഹല്ലേലൂയ, ഈ കല്ലിന്റെ ഭാരം. ഈ സഹോദരിമാരെ സംബന്ധിച്ച് വലിയ പ്രയാസമേറിയ ഒരു വിഷയമാണ്. എന്നാൽ നിങ്ങൾ നിന്ന് ചോദിക്കുകയെ, ഇവർ ചെന്നപ്പോഴത്തേക്കിന് അവിടെ ഇതെല്ലാം നടന്നു കഴിഞ്ഞു. ദൂതൻ ഇറങ്ങി ഇതെല്ലാം ചെയ്ത് കഴിയുക. ഇന്ന് രാത്രികാലം ഓർത്തോണം, ചില ഇടങ്ങളിലൊക്കെ അല്ലയ നടക്കത്തില്ല. ഈ കല്ല് ആര് ഉരുട്ടി മാറ്റും? ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ പുറത്തു വരും? ഈ വിഷയത്തെ എങ്ങനെ മറികടക്കും? ഈ സാഹചര്യങ്ങൾ എങ്ങനെ അതിജീവിക്കും? ഇങ്ങനെ ഒത്തിരി ചിന്തകൾ പേറി നടക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു സ്വർഗമുണ്ട്. പ്രിയമുള്ളവർ, വിശ്വസിക്കുന്ന രാത്രികാലം ദാനിയേൽ സിംഹക്കുഴിയിൽ വീഴുന്നതിന് മുമ്പ് ഹല്ലേലൂയ, സിംഹങ്ങളുടെ വായടച്ച് ദാനിയേലിനെ സൂക്ഷിച്ച ഒരു സ്വർഗത്തിലെ നാഥൻ ഇന്ന് രാത്രികാലം എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടി ഉണ്ടെന്ന് അടിയുറച്ച് വിശ്വസിക്കുക. ദാനിയേൽ പറയുന്നുണ്ട്, അല്ലെ, ഞാൻ വരുന്നതിന് മുമ്പ് സിംഹങ്ങളുടെ ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായടപ്പിച്ചു. ഇന്ന് രാത്രികാലം എനിക്ക് നിനക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു തക്ക സമയത്ത് ഇറങ്ങുന്ന ഒരു സ്വർഗമുണ്ട്. ഇന്ന് രാത്രി നീ അവിശ്വസിക്കാതെ വിശ്വസിക്ക്. സാഹചര്യത്തെ നോക്കി, ഇന്നലകളിലെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തെ നീ കാണല്. ഇന്നലത്തെ മറ്റൊരാളുടെ അനുഭവത്തെ കണ്ടുകൊണ്ട് നീ നിന്റെ സാഹചര്യത്തെ വിലയിരുത്തരുത്. ഇന്ന് രാത്രിയിൽ ഏത് സാഹചര്യത്തിലും ഏത് സമയത്തും ഏത് പ്രശ്നത്തിന് നടുവിലും ഇടപെടാൻ കഴിയുന്ന ഒരു സ്വർഗം എനിക്കും നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. ഹല്ലേലൂയ. മടുത്തു പോകരുത്. രാത്രികാലം എന്റെ ദൈവം ആരാണെന്ന് തിരിച്ചറിയണം, അല്ലയ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ദൂതൻ ഇറങ്ങിയെന്ന് പത്രോസിനെ രക്ഷിക്കാൻ ദൂതൻ ഇറങ്ങുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവങ്ങൾ നടക്കുന്നെന്ന് പ്രാർത്ഥിക്കുന്ന സഭ അറിയുന്നുണ്ടോ? ഇവിടെ ഇപ്പം ഇവരിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, അവരവരുടെ റൂമിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പത്രോസ് പുറത്തു വരണം, ഇതായിരുന്നു പ്രാർത്ഥനാ വിഷയം. എന്നാൽ ഇതിന്റെ അകത്ത് ഇപ്പോൾ വിടുതലുകൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ മറുപടി അവിടെ വെളിപ്പെടുന്നുണ്ടെന്ന് ഇവര് മനസ്സിലാക്കുന്നുണ്ടോ? ഇല്ല. ഇന്ന് രാത്രി ഞാൻ അതിന് ഒരു ദൂതി ഞാൻ പറയാം. പ്രിയമുള്ളവരെ,
നമ്മള് ഒരു സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അദൃശ്യ മേഖലയിൽ അതിന്റെ വിടുതലുകൾ നടക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് രാത്രി തിരിച്ചറിയണം, അദൃശ്യ മേഖലകളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നുണ്ട്. ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ രാവിലെയും വൈകിട്ടും ബീനാന്റിയെ കാണിക്കാം, അങ്ങനെയൊന്നും അല്ലാതെ ഞാൻ ചിന്തിക്കുന്നത്. എല്ലാവരും പ്രാർത്ഥനയോട് ആഗ്രഹവും സ്നേഹത്തോടെ കടന്നു വരുന്നതാ അല്ലെ. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ഹല്ലേലൂയ, അങ്ങനെ ഇന്ന് രാത്രി നാം ഒരുമിച്ച് ഇതിന്റെ അകത്തിരുന്ന് പല മേഖലകളിൽ പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ഏതൊക്കെ മണ്ഡലങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടണോ അവിടെ എല്ലാം ദൈവപ്രവൃത്തി വെളിപ്പെടും. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസം വേണം. അച്ചായന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അച്ചായന്റെ ആ വിഷയത്തിന് കർത്താവ് മറുപടി കൊടുക്കും. അമ്മാമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അമ്മാമ്മയുടെ ആ വിഷയത്തിന് ദൈവം മറുപടി കൊടുക്കും. ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമെന്നുള്ള ഉറപ്പും വിശ്വാസവും ധൈര്യവും പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ഉണ്ടാകണം. പ്രിയമുള്ളവരെ, അങ്ങനെ ഇത് പ്രാർത്ഥിക്കുമ്പോൾ നാം ചിന്തിക്കാത്ത മേഖലകളിൽ, ചിന്തിക്കാത്ത നിലയിൽ അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന ഈ ദൈവവചനം ഇന്ന് രാത്രി പറയുന്നെങ്കിൽ അത് നമ്മുടെ ഇന്നലകളിൽ ഉറപ്പും ധൈര്യവും ബലവും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ അത് നമുക്ക് ആ ഇന്നലകൾ അനുകൂലമായി വെളിപ്പെട്ടെങ്കിൽ ഇന്നും അത് വെളിപ്പെടുക തന്നെ ചെയ്യും. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ജീസസ്. ഇനി മൂന്നാമത്തെ ചിന്ത അവിടെ വായിക്കുമ്പോ കാണാം, ദൂതൻ ഇറങ്ങി. അടുത്ത ഒരു വാക്കിങ്ങനാ, അവിടെ വെളിച്ചം അല്ലെ. ആ വാക്യം കണ്ടോ, 7-ാം വാക്യത്തിൽ കണ്ടില്ലേ? 12-7. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി, അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. കണ്ടോ? അവൻ പത്രോസിനെ വിലാപുറത്ത് തട്ടി. മതി, അറയിൽ ഒരു വെളിച്ചം. എന്തിനായി വെളിച്ചം വന്നത്? പത്രോസ് മാത്രമേ ഉള്ളൂ ഈ കാരാഗ്രഹത്തിൽ? ഒത്തിരി തടവുകാരുണ്ടല്ലേ, ഒത്തിരി തടവുകാരുണ്ട്. എന്നാൽ പത്രോസിന് വെളിച്ചം, നമ്മൾ ഈ സാധാരണ എന്തിനാ വെളിച്ചം ഉപയോഗിക്കുന്നത്? ഇത് അർദ്ധരാത്രി സമയമാണ്. അർദ്ധരാത്രി സമയത്ത് ഒന്നും കാണാൻ കഴിയത്തില്ല. പക്ഷേ പത്രോസിനെ പുറത്തു കൊണ്ടുപോകണം. പത്രോസ്, നമുക്കറിയാം ജയിലിലെ അവസ്ഥയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ, ജയിലില് ഇട്ടിട്ട് പോകുന്ന വസ്ത്രമൊന്നുമല്ല, ജയിലിൽ പ്രത്യേകതരം വസ്ത്രമൊക്കെ തരും. അവിടെ താഴോട്ട് വായിക്കുമ്പോൾ കാണാം, നിന്റെ ചെരുപ്പൊക്കെ എടുക്കാൻ ദൂതൻ പത്രോസിനോട് പറയുന്നുണ്ട്. നിന്റെ സാമഗ്രികളൊക്കെ എടുക്കാൻ. അതിനെന്തോ വേണം? വെട്ടം വേണം. ജയിലിലെ ലൈറ്റ് ഒന്നും ഇടാൻ പറ്റത്തില്ല. ഒന്നാമത് ഈ മനുഷ്യന് വേണ്ടി വലിയ കാവലൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത്, വലിയ പ്രൊട്ടക്ഷന്റെ ഉള്ളിലാണ് കിടന്നുറങ്ങുന്നത്. മനസ്സിലായോ? അപ്പോ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ചിന്തിച്ചു നോക്കിക്കേ, പ്രത്യേക വെളിച്ചം അവന് വേണ്ടി കൊടുക്കുക. എന്തിനു വേണ്ടിയാ? ഒന്ന്, നിന്റെ സാധനങ്ങളൊക്കെ എടുത്തോ, നിന്റെ ചെരുപ്പും നിന്റെ എന്ന് പറഞ്ഞാൽ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന നിന്റെ ചില നന്മകൾ, അലലിയ മൂടി വെച്ചിരിക്കുന്ന ചില നന്മകളൊക്കെ എടുക്കാൻ ചില വെളിച്ചം ഇന്ന് രാത്രി വന്നേ പറ്റത്തുള്ളൂ കേട്ടോ. ചില മേഖലകളിൽ ഇന്ന് രാത്രിയിൽ എന്റെ കുടുംബത്തിൽ, എന്റെ വിഷയത്തിൽ ചില വെളിച്ചങ്ങൾ വന്നേ പറ്റത്തുള്ളൂ. ആരൊക്കെയോ ദൈവശ്രീ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ഇന്ന് രാത്രി ദൈവപ്രവൃത്തി വെളിപ്പെടും കേട്ടോ. നീ പൂർണ്ണമായി വിശ്വസിക്കുക, ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക. രണ്ടാമത് എന്തിനാ വെളിച്ചം? വഴി കാണിക്കാനാ, ദിശ കാണിക്കാനാ അല്ലെ. അതുകൊണ്ട് മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചത്, വഴി എന്നെ അറിയിക്കണം, വഴി എന്നെ അറിയിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, വെളിച്ചം. ദൈവത്തിന് അറിയാം ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഒരാളെ പുറത്തു കൊണ്ടുവരണം, ദൈവത്തിന് നന്നായിട്ട് അറിയാം അല്ലെ. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന, നമ്മള് അതിർത്തിയൊക്കെ വരയ്ക്കും, നമ്മള് സംഭവമൊക്കെ വരച്ചിട്ട് ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ പ്രവർത്തിക്കണം, അങ്ങനെ പ്രവർത്തിക്കണം അല്ലെ. എന്നാൽ രാത്രികാലം ഓർത്തെ, സകലത്തെ ഭരിക്കുന്ന, സകലത്തിന്റെ ഉടമസ്ഥനായ, സകലത്തിന്റെ കൺട്രോളുള്ള സർവശക്തനായ ദൈവത്തിനറിയാം നിന്നെ ഒരു പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ പുറത്തു കൊണ്ടുവരണമെന്ന്. ഇവിടെ പ്രാർത്ഥിക്കുന്ന സഭയ്ക്ക് ഒരിക്കലും അറിയത്തില്ല ഇതിങ്ങനെ നടക്കുമെന്ന്. ഹല്ലേലൂയ. ഇന്നലെ യാക്കോബ് തീർന്നു, ഇനിയും ഞങ്ങളുടെ പാസ്റ്റർ അടുത്തത്, ഇനി എന്താ സംഭവിക്കുന്നതെന്നൊന്നും അറിയത്തില്ല. ഹല്ലേലൂയ. സഭ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ നടക്കുന്ന വിടുതലുകൾ കണ്ടോ? ദൂതൻ ഇറങ്ങി. രണ്ടാമതായിട്ട് നടക്കുന്നത് എന്തുവാ? ഹല്ലേലൂയ. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് വെളിച്ചം ആ കാരാഗ്രഹത്തിൽ വന്നു, വെളിച്ചം വന്നു. അടുത്തത് അവിടെ വായിക്കുമ്പോ കാണാം, ചങ്ങലയൊക്കെ എന്തോ ചെയ്തു? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വീണുപോയി. ചങ്ങല വീണു, കൈമേൽ നിന്ന് ചങ്ങല വീണുപോയി. നാലാമത്തെ എന്റെ വിഷയം ചങ്ങല അല്ലെ. ചങ്ങല കെട്ടിവെച്ചിരിക്കുക. ഇവൻ ഒരിക്കലും പുറത്തു പോകരുത്,
ഇവൻ ഒരിക്കലും പുറത്തു പോകരുത്, ബന്ധിച്ചു വെച്ചിരിക്കുക. ഇവനെ ഇവിടെ അല്ലിയ തടയിട്ട് വെച്ചിരിക്കുക, ഒതുക്കിയിട്ടിരിക്കുക. ഇവൻ പുറത്തു പോകരുത്, ഇവൻ നന്മ അനുഭവിക്കരുത്, ഇവൻ അനുഗ്രഹം അനുഭവിക്കരുത്, അല്ലെ? അവന്റെ കയ്യേലും എല്ലാം കെട്ടിയിട്ടിരിക്കുക. ഇനി അടുത്തൊരു ചിന്തയും കൂടെ പറഞ്ഞാൽ, ഇവൻ അനങ്ങിയാൽ ഇവർക്കറിയണം. ആർക്ക്? ഈ കാരാഗ്രഹത്തിൽ പടയാളികൾക്കറിയണം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, പത്രോസിന് വേണ്ടി എത്ര പേരാ കാവലിരിക്കുന്നത്, എത്ര സേവകരാ? 14 പേരുള്ള 16 പേർ, 14 പേരുള്ള അല്ലെ 4 ടീമിനെ അണ്ടി ചെയ്തിരിക്കുന്നത്, പത്രോസിന് വേണ്ടി കാവലിട്ടിരിക്കുന്നത്. പത്രോസ് ഉറങ്ങുക, ഈ കൂടെയുള്ള പടയാളികളും ഉറങ്ങുക, അല്ലെ? പത്രോസ് അനങ്ങിയാൽ എന്ത് ചെയ്യണം? അറിയണം. അതിനുവേണ്ടി ചങ്ങലയൊക്കെ ഇട്ട് ബന്ധിച്ച് ഇട്ടിരിക്കുക. പത്രോസ് ഇതിന്റെ നടുവിലാണ് കിടന്ന് ഉറങ്ങുന്നത്, അല്ലെ? എന്നാൽ ഈ കെട്ടിയോര് പോലും അറിയാതെ, നിങ്ങൾ മനസ്സിലാക്കണമേ, ഈ കെട്ടിയോര് പോലും അറിയാതെ പത്രോസ് ഈ ചങ്ങലയെ ബന്ധിച്ച്, ചങ്ങലയോടുകൂടെ അല്ല പുറത്തു വന്നത്, ചങ്ങലയൊക്കെ കൈമേന്ന് അഴിഞ്ഞു പോയി, ചങ്ങലയൊക്കെ കൈമേന്ന് അവര് പോലും അറിയാതെ, അല്ലെ? ഇന്ന് രാത്രികാലം മൈലുകൾക്കപ്പുറത്ത് ആ സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ദുഷ്ടപിശാചി കെട്ടിയ ബന്ധനങ്ങൾ, ദുഷ്ടപിശാചി കെട്ടിയ ബന്ധനങ്ങൾ ഇവിടെ അഴിഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ സഭ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഏതൊക്കെ മേഖലകളിൽ ശത്രുവായ പിശാച് കെട്ടിയിരിക്കുന്ന ചില ബന്ധനങ്ങൾ, ചില കെട്ടുകൾ, ഞാൻ വിശ്വസിക്കുക അത് അറുത്തു മാറുന്ന രാത്രിയാ, അത് അഴിഞ്ഞു മാറുന്ന രാത്രിയാ. ഇന്ന് രാത്രി അത്ര വിശ്വാസമുണ്ടോ പ്രിയമുള്ളവരെ? റീകാരക ശന്തൽ പ്രൗഢാരകാര വൈഷംതന ആലുവിയ നന്മ അനുഭവിക്കാതെ, ഒരു വിടുതൽ അനുഭവിക്കാതെ, ഒരു സ്വസ്ഥത അനുഭവിക്കാതെ, ഒരു സമാധാനം അനുഭവിക്കാതെ, ബന്ധിച്ചിരിക്കുന്ന ചില ബന്ധനങ്ങൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറുന്ന രാത്രിയാ. വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിക്കാൻ കഴിയുമോ? റീകാരക ശന്തൽ പ്രൗഢാരക ശിംശോനെ ശത്രു ഹല്ലേലൂയ വലിയ കയർ കൊണ്ട് ബന്ധിച്ചു. എന്നാൽ ആത്മാവ് അവന്റെ മേൽ വന്നപ്പോൾ ആ കയറ് ചാരമായി മാറി. അങ്ങനെങ്കിൽ ഇന്ന് രാത്രികാലം നിന്റെ മേൽ വ്യാപരിക്കുന്ന ശക്തി, നിന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ശക്തി ഇന്ന് രാത്രി ദൈവസഭ തിരിച്ചറിയണം. ഹല്ലേലൂയ. വെളിച്ചം വന്നു, ചങ്ങല അവന്റെ ഇന്ന് അഴിഞ്ഞുപോയി. അവസാനത്തെ ചിന്ത, വാതിലുകൾ, 10ാമത്തെ വാക്യം, വാതിലുകൾ തുറന്നു, വാതിലുകൾ തുറന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമ്മളെ ഈ പുറത്തു വെച്ചിരിക്കുന്ന ഗേറ്റ് അല്ല കേട്ടോ, അവിടെ വായിക്കുന്നത് എത്ര വാതിലാ? 1ാം വാതില്, 2ാം വാതില്, അല്ലേ? ഇരുമ്പ് വാതിൽ സ്വയമേ തുറന്നു. പത്രോസിന് അകത്തോട്ട് കയറി പോയപ്പോ 4ഉം 5ഉം പേരും തെള്ളിയാ തുറന്നത്. ഇപ്പൊ ഇതെങ്ങനെയാ തുറക്കുന്നത്? ഇതിപ്പോ സ്വയമേ തുറക്കുക. ദൈവം തുറന്നാൽ അടയ്ക്കാൻ ആർക്കും കഴിയത്തില്ല കേട്ടോ. ദൈവം അടച്ചാൽ തുറക്കാൻ ആർക്കും കഴിയത്തില്ല. ഇന്ന് രാത്രി ഓർത്തോളണം, ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. ഇന്ന് രാത്രിയിൽ എന്റെ മുമ്പിൽ കീറാമൂട്ടിയായിട്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, എന്റെ മുമ്പിൽ വെല്ലുവിളിയായി ഒത്തിരി വിഷയങ്ങളുണ്ട്. എന്നാൽ ഇന്ന് രാത്രി കാലം എന്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. മനുഷ്യർക്ക് സകലതും അസാധ്യം, ദൈവത്തിന് സകലതും സാധ്യം. ഇന്ന് രാത്രി വിശ്വസിക്കണം, ഇന്ന് രാത്രി ഉറക്കണം, ധൈര്യപ്പെടണം, വചനത്തിൽ ബലപ്പെടണം, വചനത്തിൽ ശക്തിപ്പെടണം. എന്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ചിന്തകളെ ഞാൻ കാണിക്കാം. നമ്മൾ 28ാം അധ്യായം 3ാം വാക്യം മത്തായി സുവിശേഷത്തിൽ വായിച്ചില്ലേ? അവിടെ വായിക്കുമ്പോ കാണാം, ദൂതൻ ആ കല്ലൊക്കെ ഉരുട്ടി മാറ്റിയിട്ട് ദൂതൻ പോയില്ല, ദൂതൻ അതിന്റെ മുകളിൽ ഇരുന്നു എന്നാ വായിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? എന്താ ദൂതൻ അതിന്റെ പുറത്ത് തന്നെ ഇരുന്നതെന്ന് അറിയാമോ? ഇത് ചെറിയ സംഭവമൊന്നും അല്ല അവിടെ നടന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ എങ്ങനെയും തീർക്കാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ കുറെ നാളുകളായിട്ട് പ്ലാൻ ചെയ്ത പദ്ധതിയാ ഇവിടെ പൂർത്തീകരിച്ചത്. ഇവൻ പുറത്തു വരരുതെന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് വലിയ പടയാളി സന്നാഹത്തെ അവിടെ അവര് വിന്യസിപ്പിച്ചിരുന്നത്. എന്നാൽ അവനെ എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞ് അടിച്ചിറക്കത്തക്ക കുറച്ച് കാശും കൊടുത്ത് പരിപാടികളൊക്കെ നടത്തിയെന്ന് നമുക്ക് അവിടെ വായിക്കുമ്പോ കാണാം. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, ദൂതനോട് ചോദിച്ച ദൂതൻ പറയും, ഞാൻ അവിടെ ഇരുന്നില്ലെങ്കിൽ ഇവന്മാര് പിന്നെയും ഈ കല്ലെന്ത് ചെയ്യും? ഉരുട്ടി തിരിച്ചുവിടെ വെക്കും. മനസ്സിലായോ? ഉരുട്ടി തിരിച്ചു വെക്കും. അതിന്റെ പുറത്ത് ഇരുന്നതിന്റെ കാരണം എന്തുവാ? ഇന്നും ആ കല്ലറ ഓപ്പൺ ആയി കിടക്കാൻ കാരണം എന്താ? അങ്ങനെ ഇരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞത് മനസ്സിലായോ ഇന്ന് രാത്രി കാലം? ഹല്ലേലൂയ.
ദൈവം തുറന്നാൽ അത് അടയ്ക്കാൻ ആർക്കും കഴിയത്തില്ല കേട്ടോ. ദൈവം തുറന്നാൽ അത് അടയ്ക്കാൻ ആർക്കും കഴിയത്തില്ല. ഈ യഹൂദന്മാർ അവരുടെ നിയമം അവരുടെ കയ്യില, അല്ലിയ പടയാളികൾ അവരുടെ കയ്യില, എല്ലാ സംവിധാനം പട്ടാളത്തിന്റെ ശക്തി എല്ലാം ഉണ്ട്. ആ ശക്തി കൊണ്ട് ഇവര് പലതും അടച്ചു വെക്കും. ഇല്ല, അവൻ പുറത്തു വന്നില്ല, പലതും ഡിക്ലെയർ ചെയ്യും. എന്നാൽ ഇന്ന് രാത്രി ഓർത്തുകൊണ്ടോ, ഹല്ലേലൂയ, ദൂതൻ അതിന്റെ മുകളിൽ തന്നെ ഇരുന്നു. ഇന്ന് രാത്രി നിന്റെ വിഷയത്തിൽ എന്റെ സ്വർഗത്തിലെ ദൈവം ഇടപെട്ടാൽ അതിന്റെ പൂർത്തീകരണം വരെ ദൈവം കൂടെ ഉണ്ടാകുമെന്ന്. വഴിയെ തള്ളിക്കളയുന്ന ദൈവമല്ല, വഴിയിൽ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ഇന്ന് രാത്രി ഞാൻ എന്റെ വാക്ക് ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുക. ഇവിടെ ഹല്ലേലൂയ പുറത്തു ദൂതൻ ഇറങ്ങി ഹല്ലേലൂയ ആ വാതിൽ തുറന്നതായിട്ടെല്ലാം നമ്മൾ ഇന്ന് രാത്രി കാലം ചിന്തിച്ചു. അടുത്തൊരു ചിന്ത ഇവിടെ ഞാൻ പറയട്ടെ. പത്രോസ് നേരെ ചെല്ലുന്നത് എങ്ങോട്ടാ? പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മ അവരുടെ അടുത്തേക്കാ. അവിടെ ചെല്ലുമ്പോൾ അവര് കാണുന്ന കാഴ്ച എന്തുവാ? വാതിൽ മുട്ടിയപ്പോൾ രോധ എന്ന് പറയുന്ന സ്ത്രീ വന്ന്, ആ സഹോദരി വന്ന് വാതിൽ തുറന്നു. അവൾ പെട്ടെന്ന് വാതിൽ അടച്ചിട്ട് കേറിപ്പോയി. അവിടെ ചെന്നിട്ട് പറയുക, ദേ നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി പുറത്തു വന്ന് നിൽക്കുന്നു. അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവര് ചിന്തിച്ചതുപോലൊന്നുമല്ല കാര്യങ്ങൾ നടന്നത്, അവര് വിചാരിച്ചതുപോലൊന്നുമല്ല കാര്യങ്ങൾ നടന്നത്. ഒരു പോറൽ പോലും ഏൽക്കാതെ ഇതാ ഹല്ലേലൂയ പത്രോസ് പുറത്തു വന്ന് നിൽക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി മനസ്സിലാകുന്നുണ്ടോ? എത്ര പേർക്ക് തിരിച്ചറിയാൻ കഴിയുന്നു? ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി ഹല്ലേലൂയ കേട്ടാൽ വിശ്വസിക്കാൻ കഴിയാത്തവണ്ണമുള്ള ദൈവപ്രവൃത്തിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ രാത്രി ചിന്തിക്കാൻ കഴിയുമോ? ഇനി ഒരു വിഷയം കൂടെ കാണിക്കാം. അവിടെ നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ ആ ഓർഡറിട്ട ഹേരോദാവിന്റെ അവസ്ഥ എന്തായെന്നറിയാമോ? ഹേരോദാവിന്റെ അവസ്ഥ ഹല്ലേലൂയ അവിടെ വായിക്കുമ്പോൾ കാണുന്നത് കൃമി. ആ വാക്യം ഒന്ന് വായിക്കാമോ? അവസാന വാക്യങ്ങൾ, 12-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങൾ. അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു. ദൈവത്തെ മഹത്വപ്പെടുത്താത്തത് കൊണ്ട് അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു. ഞാൻ ചോദിക്കട്ടെ, ഹല്ലേലൂയ, സാധാരണ മനുഷ്യർ എപ്പോഴാ കൃമിക്കിരയാകുന്നത്? മരണശേഷമാ, അല്ലെ? എന്നാൽ ഈ മനുഷ്യന്റെ അവസ്ഥ എന്തുവാ? ഹല്ലേലൂയ, കൃമിക്കിരയായിട്ടാ മരിച്ചത്. ഇന്ന് രാത്രി ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ, ദൈവത്തെ സേവിക്കുന്നവർക്കുള്ള സുരക്ഷിതത്വം, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവന്റെ സുരക്ഷിതത്വം എന്താണെന്ന് ഈ രാത്രി ദൈവസഭ തിരിച്ചറിയണം. പ്രാർത്ഥിക്കുന്നവന്റെ ശക്തി എന്തുവാ? പ്രാർത്ഥിക്കുന്നവന്റെ വലിപ്പം എന്തുവാ? അവൻ നിസ്സാരനല്ല. ലോകത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നിസ്സാരനായിരിക്കാം, അവനൊരു ഭോഷനായിരിക്കാം, ഒരു പൊട്ടനെ പോലിരുന്ന് കരയുന്ന ഒരവസ്ഥയാ നിനക്ക് ദൈവം തന്നിട്ടുള്ളതെങ്കിൽ ഇന്ന് രാത്രി നിന്റെ വിജയം എന്ന് പറയുന്നത് അസാധാരണ വിജയമായിരിക്കും. ഈ രാത്രി വിശ്വസിക്കാൻ കഴിയുമോ? ഈ വചനത്തിലൊന്ന് ഉറയ്ക്കാൻ കഴിയുമോ? ഈ വചനത്തിലൊന്ന് ശക്തിപ്പെടുത്താൻ കഴിയുമോ? എന്റെ ദൈവം എന്റെ കൂടെ, എന്റെ ഭവനത്തിൽ എന്റെ ദൈവമുണ്ട്, എന്റെ മിനിസ്ട്രിയിൽ എന്റെ ദൈവമുണ്ട്. ഏത് ശത്രു എത്ര ശക്തിയോടെ പ്രബലപ്പെട്ടാലും, ഹേരോദാവോ അവന്റെ പടയാളികൾ എത്ര ശക്തിയോടെ എതിർത്തെന്ന് പറഞ്ഞാലും, പ്രാർത്ഥിക്കുന്ന സഭയുടെ വലിയ ശക്തിയെ തടുക്കാൻ, അതിന്റെ വിജയത്തെ തടയിടാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. വിശ്വസിക്കാമോ? ഉറക്കാൻ കഴിയുമോ പ്രിയമുള്ളവരെ? ഇന്ന് രാത്രി ഈ വചനത്തിലൊന്ന് ധൈര്യപ്പെടാം. എന്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും, എന്റെ ദൈവം എഴുന്നേൽക്കും. ഇന്ന് രാത്രി കാലം ഈ വചനത്തിൽ നമുക്കൊന്ന് ധൈര്യപ്പെടാം പ്രിയമുള്ളവരെ. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. പത്രോസ് തടവിൽ കിടക്കുക, 16 പടയാളികളുടെ നടുക്ക് കിടന്ന് സുരക്ഷിതമായിട്ട് ഉറങ്ങാൻ ഒരു പക്ഷേ ലോകപ്രകാരം കഴിയത്തില്ല. എന്നാൽ ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, ഇന്ന് രാത്രി നിന്റെ വിശ്വാസം ചോർന്നു പോകരുത്, സംശയം വരരുത്. ഇന്ന് രാത്രി ആ കീറി മുറിച്ച് മുന്നോട്ട് പോകണം, പ്രതിസന്ധിയെ കീറി മുറിച്ച് മുന്നോട്ട് പോകണം. ഇന്ന് രാത്രി വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശുവിനെ നോക്കി നമ്മുടെ ജൈത്രയാത്ര തുടരാം. ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഒരു നിമിഷം കണ്ണുകളെ ദൈവസന്നിധിയിൽ നിന്ന് അടയ്ക്കാമോ? എല്ലാ തലകളും ദൈവസന്നിധിയിൽ വണക്കാമോ? ഇന്ന് രാത്രിയിൽ ഇങ്ങനത്തെ ഒരു കൂട്ടായ്മ നമുക്ക് ദൈവം തന്നു. ദിനം പ്രതി
പ്രതി നമ്മൾ കൂടി വരുന്നുണ്ട്. ആദിമകാലത്ത് സഭ ദിനം പ്രതി ആലയത്തിൽ കൂടി വരാറുണ്ടായിരുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ പലപ്പോഴും ആലയത്തിൽ കൂടി വരുവാൻ കഴിയുന്നില്ലെങ്കിലും ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾ ദൈവം ഒരുക്കിയിരിക്കുമ്പോൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ വലിപ്പം, അതിന്റെ സാധ്യത വലുതാ, അതിന്റെ വിജയത്തിന്റെ സാധ്യത ഏറ്റവും ഉന്നതം തന്നെ. അങ്ങനെയെങ്കിൽ ഇത് രാത്രി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പൊന്നു പിതാവേ, ഞങ്ങൾക്ക് തന്ന അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ഈ മീറ്റിങ്ങിനെ ഇത്രത്തോളം കർത്താവ് കൊണ്ടുവന്നല്ലോ. കഴിഞ്ഞ കർത്താവേ ദിനരാത്രങ്ങൾ അനവധി പിന്നിട്ടു, ഇത്രത്തോളം ദൈവം സഹായിച്ചല്ലോ. അനേകരെ ഈ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നല്ലോ. ഇന്നലകളിൽ അനേക വിടുതലുകൾ ദൈവം നൽകിയല്ലോ. ഈ കൂട്ടായ്മ കർത്താവ് പിന്നെ ബ്ലസ്ഡ് ആക്കണം, അനേകർ പിന്നെ ജോയിൻ ചെയ്യണം, അനേക കുടുംബങ്ങളുടെ വിടുതലിന് അനുഗ്രഹത്തിന് കാരണമാക്കി ഈ കൂട്ടായ്മ പിന്നെ കർത്താവ് ഒരുക്കുകയും തീർക്കുകയും ചെയ്യുമാറാകണം. ഇത് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസിയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവദാസന്മാരെ ദാസിമാരെ മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് അനേകർക്ക് ബ്ലസ്ഡ് ആക്കി പിന്നെ തീർക്കുമാറാകണം. ഏതെങ്കിലും വിഷയത്തിൽ ആരെങ്കിലും ഭാരത്തോടെ വന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ രാത്രിയിൽ അവരെ തൊട്ട കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് വലിയ വിടുതലുകൾ അയക്കും. പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു. ഇന്ന് രാത്രി ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിൽ ഒത്തിരി സന്തോഷം. പ്രാർത്ഥനയിൽ പിന്നെ ഓർക്കുക, ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. പ്രിയ ആന്റിയെ തന്റെ ശുശ്രൂഷയും രാത്രി ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ, ആമേൻ.